നമസ്കാരം. നരേന്ദ്രമോദിയും കാന്തപുരവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം പൊട്ടിത്തെറിയും വിവാദങ്ങളുമായിട്ട് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അതങ്ങനെ വിവാദപരമായി മാറിയത്? അതിന് ഒത്തിരി കാരണങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. എന്തുകൊണ്ട് സമസ്തയുടെ നേതാവ് കാന്തപുരം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടില്ല? അദ്ദേഹത്തെ വേണമെങ്കിൽ കാണാമായിരുന്നു. ഒരു കത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അതിനല്ല അദ്ദേഹം ശ്രമിച്ചത്. അതിന് പകരം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് കാന്തപുരത്തിനുണ്ടായത്. അതിനും കാരണമുണ്ട്. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരുമ്പോൾ സൗകര്യത്തിനവിടെ പോയി കാണുന്നത് കാന്തപുരത്തിൻ്റെ കാര്യം സാധ്യത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ചയായിട്ട് മാത്രം ചിലപ്പോൾ വിലയിരുത്തപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാന്തപുരത്തിന് പ്രായമായി, വളരെ മുതിർന്ന ഒരു മനുഷ്യനാണ്, മുതിർന്ന ഒരു നേതാവാണ്. നടക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ചെയറിലിരുന്നാണ്, അല്ലെങ്കിൽ വീൽ ചെയറിലിരുന്നാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ട്. നമുക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് നിൽക്കുകയും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് കാന്തപുരം ഡൽഹിയിൽ പോയത് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. സംസ്ഥയുടെ 100ാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം 2027 ജനുവരിയിലാണ് നടക്കുന്നത്. അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കണം എന്നത് സമസ്തയുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സമസ്തയുടെ നേതാവെന്ന നിലക്ക്, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ മുഴുവൻ നേതാവെന്ന നിലക്ക് അദ്ദേഹം നരേന്ദ്രമോദിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും മോദി അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമ്മേളനത്തിൽ മലേഷ്യയുടെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പങ്കെടുക്കുന്നുണ്ട്. അൻവർ ഇബ്രാഹിം അബൂബക്കർ ഹാജിയും തമ്മിലുള്ള ബന്ധം വളരെ ദീർഘകാലമായതും വളരെ ഊഷ്മളമായതുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹവും വരുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ഒരു കരാറിൽ ഏർപ്പെടുകയും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയൊക്കെ ചെയ്ത്. ഇന്ത്യ ഉണ്ടാക്കിയ കരാറുകൾ, ബന്ധങ്ങൾ അതൊക്കെ വളരെ പ്രസക്തമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെ സൗഹൃദം തകർന്നാണ്, വീണ്ടും അത് പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇത് നടക്കുന്നതിനിടയിലാണ് ഇതിൻ്റെ എതിർവാദങ്ങൾ, വിവാദങ്ങൾ പതുക്കെ ഉയരാനായിട്ട് തുടങ്ങി. എന്തിനാണ് നരേന്ദ്രമോദിയെ സമസ്തയുടെ നേതാവ് AP കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇതുവരെയും കേരളത്തിലൊരു മുസ്ലിം സംഘടനയും RSSുമായിട്ടോ RSS നേതൃത്വവുമായിട്ടോ BJPയുമായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ ഇത്തരത്തിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിരുന്നില്ല. അപ്പോൾ അതിനുള്ള വളരെ ലളിതമായിട്ടുള്ള ഉത്തരം ഇതാണ്: നരേന്ദ്രമോദി RSSൻ്റെ നേതാവായിരിക്കാം, നരേന്ദ്രമോദി BJPയുടെ നേതാവായിരിക്കാം, പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. AP അദ്ദേഹത്തെ കാണാനായിട്ട് പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്കാണ്. അതൊരു ഉത്തരമാണ്, ശരിയാണ്. എന്നാൽ വിവാദപരമായിട്ട് പ്രശ്നങ്ങൾ ഉയരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് RSSും RSSൻ്റെ നേതാക്കളും തുടരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. RSS നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ആയി മാറണം, ഹിന്ദുക്കളിലേക്ക് ലയിച്ചു ചേരണം, അങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം തന്നെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന രീതിയിൽ അവരുടെ സ്വത്വം, അവരുടെ ഐഡൻറ്റിറ്റി അവർ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. ഒപ്പം മോഹൻ ഭഗവത് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: ഹിന്ദുക്കൾ തീർച്ചയായിട്ടും ജനസംഖ്യയിൽ തോറ്റുപോകുന്ന ജനതയാകാൻ പാടില്ല. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണം. ഒരു കുടുംബത്തിൽ 3 കുട്ടികളെങ്കിലും വേണം ഹിന്ദു കുടുംബത്തിൽ. ഇത് മോഹൻ ഭഗവത് മാത്രമല്ല, ക്രിസ്ത്യാനികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്ത്യാനികളുടെ പിതാക്കന്മാർ, പള്ളിയിലച്ചന്മാർ
അവർ ക്രിസ്ത്യാനികളോട് പറയുന്നത്, നിങ്ങളെന്തിനാണ് 2 കുട്ടികളുടെ സന്തുഷ്ട കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത്? അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനാണ്? നിങ്ങളുടെ കുടുംബത്തിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ, അതിനെ പള്ളി പ്രോത്സാഹനം സമ്മാനം തന്നെ നൽകുന്നതാണ് എന്നുവരെ പറയുന്ന തരത്തിൽ ഈ ജനസംഖ്യാ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെയും അതേപോലെ തന്നെ RSSൻ്റെയും ഒന്നാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബാധകമല്ലെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ ഇഷ്ടംപോലെ കുട്ടികൾ പെരുകട്ടെ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സമുദായമാണ് എന്ന പൊതു കാഴ്ചപ്പാടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ സമുദായത്തിൽ നിന്ന് ആ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരാത്തത്. ഇവർ പറയുമ്പോൾ അവരും ചിലപ്പോൾ പറഞ്ഞേക്കാം. ഇതൊക്കെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യങ്ങളല്ല. നമുക്ക് പഴയ കാലത്തെ ഒരു കുടുംബത്തിൽ ഒരു ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടാകുമായിരുന്നു. 10-12 കുട്ടികളുള്ള കുടുംബങ്ങൾ. മാത്രമല്ല എല്ലാ വർഷവും സ്ത്രീകൾ പ്രസവിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അക്കാലത്ത് സ്ത്രീകൾ പ്രസവ യന്ത്രങ്ങളായിരുന്നു എന്നർത്ഥം. അതൊന്നും ശരിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നാം കുടുംബാസൂത്രണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ 2 മതി, ഏറിയാൽ 3, നാം 2, നമുക്ക് 2 എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം കേരളത്തിൽ ഉയർന്നതാണ്, ഇന്ത്യയിൽ ഉയർന്നതാണ്. ഇന്ത്യ അങ്ങനെയാണ് ജനസംഖ്യ പിടിച്ചു നിർത്തിയിരുന്നു. പിന്നീട് അതിൻ്റെയും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചൈന ജനസംഖ്യ നിർബന്ധമായിട്ട് ചുരുക്കി. പക്ഷേ അതൊരു വയസ്സൻ സമൂഹമായിട്ട് മാറിയപ്പോൾ ഇപ്പോൾ വീണ്ടും അവർ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന സമൂഹത്തിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണ്. പക്ഷേ അത് ജാതീയമായി വർഗീയതയുമായി കൂട്ടിയിണക്കി വരുമ്പോൾ മാത്രമാണ് അത് ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറിത്തീരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ കാന്തപുരം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് BJP കൊണ്ടോ RSS കൊണ്ടോ യാതൊരു പ്രശ്നമില്ല എന്നുള്ളത്. അതോടൊപ്പം കൂടിക്കാഴ്ചയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ നടന്ന സംഭാഷണത്തിനകത്ത് ഉത്തരേന്ത്യയിൽ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ എന്ന് പറയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിരവധി മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെത്രമാത്രം ഉള്ളിലേക്ക് ഇറങ്ങിയതാണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ സങ്കീർണമായ ഈ വിഷയങ്ങളുടെ ഇടയിൽ തെറ്റും ശരിയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങളിങ്ങനെ പടർന്നു കയറുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വശത്ത് RSS ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, മറുവശത്ത് സമസ്ത ഇങ്ങനെ സംസാരിക്കുന്നു. ഇതിലേത് ശരി എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പൊതുവെ കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾ AP അബൂബക്കർ ഹാജി നരേന്ദ്രമോദിയെ കണ്ടതിനെ എതിർക്കുന്നവരാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നരേന്ദ്രമോദി ഗൾഫിലേക്ക് പോയി സുൽത്താൻമാരെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഇതുമാരെ ബഹളം ഉണ്ടാക്കിയോ? അപ്പോൾ എതിർചേരി ഉടനെ പറയുകയാണ് ചെയ്യുന്നത്, ഗൾഫിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ കൂട്ടുകൊല ചെയ്തെന്ന് പറയുന്നൊരു വാദമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ കൂട്ടുകൊല ചെയ്തു. ഗുജറാത്ത് സംഭവം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടക്കൊലയുടെ കഥ പറയുന്നതാണ്. എവിടെയാണ് ഗൾഫിൽ അങ്ങനെ സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഗുജറാത്തിൽ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്തായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ച നരേന്ദ്രമോദിയായിട്ടോ അല്ലെങ്കിൽ അമിത്ഷായായിട്ടോ ബന്ധങ്ങളുണ്ടാക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇങ്ങനെ സമ്മിശ്രമായ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് ഇടയിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം വിവാദപരമായി മാറിയത്. എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ AP അബൂബക്കർ ഹാജി കണ്ടു, എന്തുകൊണ്ട് സമസ്ത അങ്ങനത്തെ നിലപാടെടുത്തു, ഇത് എല്ലാവരും ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.